ഒരുത്തനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിന് ഒരുത്തനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിന് ഓൺലി ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലി ഫാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവനക്കും അത് അറിയാം ഓൺലി ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആകെ വിഷമിച്ചിരിക്കുക ഈ ഓൺലി ഫാൻസ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഓൺലി ഫാൻസ് പറഞ്ഞാൽ നമുക്കറിയില്ലേ സംഭവം ന്യൂസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അല്ലെങ്കിൽ സ്ട്രിപ്റ്റ് ടീസേഴ്സും കാര്യങ്ങളും ടീസ് ചെയ്യുന്ന സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് ഈ അവളുടെ ചെക്കൻ എന്ത് ചെയ്ത് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. അത് ഇവർക്ക് ആകെ വിഷമായി. ആർക്കും സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. അവളുടെ ഹാർഡ് വർക്കിന് സബ്സ്ക്രൈബേഴ്സും അവൾക്ക് വേണ്ട ഓഡിയൻസ് കിട്ടുന്നില്ല. ആകെ 2 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. എന്നിട്ട് ഇവനൊരു ചാനൽ തുടങ്ങി. ഇവൻ കുറേ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി, കുറേ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത് അതിൽ നിന്നൊക്കെ ഇവളെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവള് നോക്കുമ്പോൾ അങ്ങനെ ഇവളായിരുന്നു കുറേ ആൾക്കാർക്ക് DM ചെയ്യാൻ തുടങ്ങി. അതിലത്തെ ഒരു ഏറ്റവും നല്ല പ്രൊഫൈൽ പിക്ചർ, ഭംഗിയുള്ള ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഒരാൾക്ക് എന്ത് ചെയ്തു ഇവള് മെസ്സേജ് ആക്കി തുടങ്ങി. നിങ്ങൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഞാനൊന്ന് മീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഇയാൾ മാക്സിമം വിടാൻ നോക്കി. ഞാൻ വേറെ രാജ്യത്തുള്ള ആളാണ്, അങ്ങനെ മാക്സിമം വിടാൻ നോക്കി. എന്നിട്ട് ഈ പെണ്ണ് വിടുന്നില്ല. ഈ പെണ്ണ് പറയാ ഞങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യണമെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഇയാൾ. അവളുടെ ചെക്കൻ്റെ ഫേക്ക് അക്കൗണ്ട്സുകളിൽ ഒരു ഫേക്ക് അക്കൗണ്ടാണ് ഇത്. മാനസ് നീ ആലോചിച്ച് നോക്ക്. എന്നാൽ അവൾ ഇങ്ങോട്ട് വന്ന് അതായത് നമ്മളൊരു കണക്ഷൻ നോക്കി വെക്ക് നീ. അതാണ് ഇന്നത്തെ ഒരു ആവറേജ് വെസ്റ്റേൺ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ. അത് നമ്മൾ എടുത്തു പറയണം. വെസ്റ്റേൺ റിലേഷൻഷിപ്പ് ഇവിടുത്തല്ല, ഇവിടുത്തെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലി ഫാൻസിന്റെ ഒരു ട്രെൻഡ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓൺലി ഫാൻസിന്റെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ലീഗലൈസ് ചെയ്തിട്ട് അതിന്റെ സാധ്യതകൾ ഇവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെയും വരും.